1000 windows. 1000 ജനാലകളുള്ള സിറ്റിയിലെ പിക്ചേഴ്സിൽ മാത്രം കണ്ട ബറാത്തിനെ ഇപ്പൊ റിയൽ ആയിട്ട് കാണാൻ പോയാ റിയലി എക്സൈറ്റഡ്. ഇന്ന് നമ്മള് നിൽക്കുന്നത് ലാൻഡ് ഓഫ് 1000 വിൻഡോസ് അല്ലെങ്കിൽ ബറാത്തിലാണ്. ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഇന്നലെ ഈവനിങ് ആണ് നമ്മളിവിടെ എത്തിയത്. എത്തുന്നത് നമ്മളിവിടെ ഡ്രൈവ് ചെയ്ത് എത്താൻ ഒരു 5 hours ജേർണി ഉണ്ട്, 5.5 ജേർണി ഉണ്ട്. കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കുറച്ച് ടയർഡ് ആയതുകൊണ്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്തോളൂ. ഒരുപാട് എക്സ്പ്ലോർ ചെയ്തില്ല. ഫുഡ് കഴിച്ചു കിടന്നു. ഇന്ന് രാവിലെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കാസലിന്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലാണ്. നമ്മൾ ഹോട്ടലിന്റെ ഡീറ്റെയിൽ കാണിക്കാം. ഇത് ഇവിടുത്തെ ആൾക്കാരാണ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. പ്രശ്നക്കാരൊന്നും എല്ലാവരും അല്ലല്ല, ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരാരും അവരുടെ എന്താ കൗണ്ടിയിൽ കയറുമ്പോഴത്തേക്ക് ചോദിക്കും, എന്താ സാറേ എന്താ വല്ല പ്രശ്നമുണ്ടോ അത് ചോദിക്കും. അത്രേ ഉള്ളൂ. നമ്മൾ ഓടാതിരുന്നാൽ മതി. ഓടിയാൽ ചിലപ്പോൾ അവർ പണി തരും. അടിപൊളി സ്ഥലമായിട്ടുണ്ട്. നല്ല ഏരിയ ഇഷ്ടമായി. എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. ഇപ്പൊ ഞങ്ങളുടെ ഹോട്ടലിലോട്ട് കയറുകയാണ്. ഇപ്പം ഇത് കാസലിനകത്ത് തന്നെയാണ് ഹോട്ടല്. ഹോട്ടൽ വ്യൂ നമ്മൾ ഉടനെ തന്നെ കാണിച്ചു തരാം. നമ്മുടെ ഇടിക്കല്ലേ ആ വോളൊക്കെ പഴയതാ, ഒച്ചയൊക്കെ കിടക്കണ. രണ്ടാമത്തെ ഓൾഡസ്റ്റ് ലിവിങ് കാസിൽ എന്നാണ് ഈ കാസിലിന് അറിയപ്പെടുന്നത്. നമ്മളെ ബറാത്തിലെ റൂമാണ്. നമ്മളെ തെത്തിലെ റൂമില്ലേ, സെയിം സിസ്റ്റമാണത്. വാഷ്റൂം ഇത് ഇവിടെ. പിന്നെ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാം. കൊള്ളാമല്ലേ? കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഓക്കെ, കൊള്ളാമല്ലേ? ഇപ്പം അധികം റേറ്റ് ആയിട്ടില്ല. അറൗണ്ട് 3000 പെർ നൈറ്റ്. ഇഷ്ടപ്പെട്ടേ? തല ഇടിക്കാതെ നോക്കിക്കോ. അതാണ് പ്രശ്നം. എന്റെ തല പൊട്ടുന്നു, അതാണ് എന്റെ പ്രശ്നം. ഇതെല്ലാം അൽബേനിയൻ ഡിഷസ് ആണ് കേട്ടോ. ഇതിനകത്ത് മീറ്റ് ഉണ്ട്. ഇതെല്ലാം ബാക്കിയെല്ലാം വെജാണ് അല്ലേ? ഇതിന്റെ പേരൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മണിയെന്നും രാജമ്മയെന്നും പറയേണ്ടി വരും. സ്റ്റാർട്ട് ചെയ്താലാ? ഞാൻ എന്റെ എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട് കേട്ടോ? കൊള്ളാവോ? ഇത് സംഭവം ഇത് ആക്ച്വലി നമ്മൾ 2000 ലാറയ്ക്ക് ഒന്നിച്ച് ഉള്ളത് എടുത്തതാണ്. അപ്പോൾ അത് വെജിൻ്റെ ഓപ്ഷൻസ് ഇത് ഇത്രയും, പിന്നെ കട്ട് വെജിറ്റബിൾസും ഉണ്ട്, ബ്രെഡും. ബാക്കി മറ്റത് ചിക്കൻ്റെത്. അങ്ങനെയാണ്. ഇതെന്തായാലും പൊളിയാണെന്ന് പറയുന്നത്. അല്ല, വെജിൻ്റെ നല്ല ഫുഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സൂപ്പറാണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു അല്ലേ? അടിപൊളി, എനിക്കിഷ്ടമായി. ലാൻഡ് ഓഫ് 1000 വിൻഡോസിൻ്റെ ഭംഗിയുണ്ടോ രാത്രി? ഇത് രാത്രി വ്യൂ ആണേ. ഈവനിങ് ആണ് എത്തിയത്. ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പം ഒന്ന് ഇരുട്ടി. അപ്പോൾ ആ നൈറ്റ് വ്യൂ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഇതാണ് അവൻ്റെ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി കേട്ടോ. ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ കേട്ടോ കാല് വയ്ക്കാൻ നേരത്തെ ഞെട്ടിപ്പോയി കേട്ടോ. നോക്കി, ഒരു ഫ്ലോർ ഡെപ്ത് ഉണ്ട്. കേട്ടോ, നല്ല ആംബിയൻസ് ആണ് കേട്ടോ. നല്ല ആംബിയൻസ് ആണ് അല്ലേ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നോക്കാം. ഏതാ? അല്ലല്ല, നമ്മളിതിലേ അല്ല കാര്യമാണ്. ഇവിടെ ഇരുന്ന് വേണമെങ്കിലും ഫുഡ് കഴിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് സൂക്കിലോട്ടാണ് പോകണം. പിന്നെ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ പറയാം, പുറകെ പറയാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. വരാത്ത പൊളിയല്ലേ?
ബരാത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ ഒരു ബ്രിഡ്ജിന് 2 വശത്തായിട്ടാണ് ഈ മതങ്ങൾ രണ്ടുപേരും, മുസ്ലിംസും ക്രിസ്ത്യൻസും രണ്ടുപേരും 2 സൈഡിലായിട്ടാണ് താമസിക്കുന്നത്. സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മരിച്ചു കഴിഞ്ഞാൽ അടക്കുന്നത് രണ്ടുപേരും ഒരേ സ്ഥലത്താണ് എന്ന് വെച്ചാൽ അവിടെ ഡിവിഷനില്ല. അത് അങ്ങനെ ഒരു സെമിത്തേരി ഇവിടെ ഉണ്ട്, അത് ഫേമസ് ആണത്. പിന്നെ ഈ ബ്രിഡ്ജും ഇവർ തമ്മിലുള്ള ഡിവിഷൻ കാണിക്കുന്നതിന് അതും ഫേമസ് ആണ്. എന്താ അല്ലേ അതൊക്കെ അറിവുള്ളൂ. നമ്മുടെ നാട്ടിൽ നമ്മൾ എവിടെയാണ് ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ നമ്മൾ ബത്തൂമിൽ നമ്മൾ ജോർജിയ ബത്തൂമിൽ കണ്ടില്ലേ ആ പാർക്കിൽ. നാട്ടിലൊക്കെ ഉള്ള അപ്പൂമാരെന്താ ചെയ്യുന്നത്, അവര് പോയി കിടന്ന ക്ഷീണം വയ്യ എന്നൊക്കെ പറഞ്ഞു എല്ലാ അപ്പൂപ്പന്മാരാണ് ഇവിടെ. എല്ലാ അപ്പൂമാരും കൂടെ രാവിലെ കളഞ്ഞു. അടിപൊളി. ഒരു കണക്ക് നല്ലതാണ് ഇങ്ങനെ ഒരു പാർക്ക് എല്ലായിടും ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ ഇവർക്കുള്ള ഫ്രീ ടൈം ഇങ്ങനെ എൻജോയ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഒരു ചരിത്രം ഇറങ്ങുന്ന ബ്രിഡ്ജിലേക്കുള്ള പോക്കാണ്. ഇതുണ്ട് ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിന് 2 വശമാണ്. 2 വശവും നോക്കിയേ. ഡിഫറൻസ് ഇല്ല, അത് നമുക്ക് അവരുടെ സ്ട്രക്ചർ കാണുമ്പോൾ അറിയാം. 2 വിശ്വാസമായിട്ട് ജീവിക്കുന്നവരല്ലേ. സിറ്റി ഓഫ് 1000 വിൻഡോസ്, 1000 ജനാലകളുള്ള സിറ്റി അല്ലേ. ഇത് യുനെസ്കോയുടെ അണ്ടറിലുള്ള സിറ്റിയാണ്. ഒരുപാട് പേര് നിന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ ബ്രിഡ്ജിന് ഗോറിക്ക ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. മറ്റേ ബ്രിഡ്ജിന്റെ അടുത്ത് തന്നെയാ. നമ്മൾ ആദ്യം കയറിയില്ല, അതാണ് മെയിൻ ബ്രിഡ്ജ്. ഇവിടെ വരുന്നവരെല്ലാം മെയിനായിട്ട് കാണാൻ വരുന്ന ഒരു പോയിന്റ് അതല്ലേ ഈ ബ്രിഡ്ജിൽ അല്ലേ. ഈ ബ്രിഡ്ജ് അതെ. ഇതും നിങ്ങൾ വരുന്നവരെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളെ ലിസ്റ്റിൽ ആഡ് ചെയ്തു. വഴികൾ കംപ്ലീറ്റ് ഇത് കല്ല് പാകിയിരിക്കും കേട്ടോ. മൊത്തം വഴിയും കല്ല് പാകിയിരിക്കും. ഈ മഴയും മഞ്ഞും ഒക്കെ വരുമ്പോഴത്തേക്ക് എളുപ്പം അതല്ലേ. ഇതിനൊന്നും സംഭവിക്കത്തില്ല, ഇതിന് എത്രയോ കാലപ്പഴക്കം ഉണ്ട് അല്ലേ. മെയിൻ്റനൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമുക്ക് 2 കാർ എടുത്തില്ലെങ്കിൽ ബസ്സിലും വരാം കേട്ടോ. എല്ലാ മെയിൻ സിറ്റിയും ബസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാറാണെങ്കിൽ നമുക്ക് സൗകര്യമല്ലേ. ഇതുപോലെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. 2 സൈഡിലും നമുക്കങ്ങനെ ഷോപ്പ് ചെയ്ത് പോവാം അല്ലേ. എന്താ പറയുന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ക്യാസലിന്റെ അടുത്തും. ഈ ടൗൺ എന്ന് പറയുന്നത് ഏറ്റവും താഴെയാണ് കേട്ടോ. നമ്മള് താമസിക്കുന്നവർക്ക് ക്യാസൽ വേണം, മേലെ വരണം. മേലെ താമസിക്കുന്നവർക്ക് ബ്രിഡ്ജ് വേണം, താഴെ പോകണം. അതാണ്, ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ നമുക്ക് കാർ എടുത്തോണ്ട് പോവാം. പക്ഷെ ഇതൊരു 20 മിനിറ്റ് നടത്തേ ഉള്ളൂ. പക്ഷെ നല്ല കയറ്റമുള്ള വഴിയാണ്. അതൊക്കെയുടെ എല്ലാം വീടുകളാട്ടാ. ബരാത്ത് കാസിലിനോട് ബൈ പറഞ്ഞു. അതെ, നമ്മളിന്ന് ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നത് കാസിൽ കാണാനാണ്. കാസിൽ ഇതിന് അടുത്ത് തന്നെ കേട്ടോ. നമ്മൾ കാസിലിന് ഇന്നലെ പറഞ്ഞില്ലേ, കാസിലിനകത്ത് തന്നെയാണ് നമുക്ക് ഈ ഹോട്ടൽ. അകത്തായതുകൊണ്ട് അത് കാണാൻ ഡിലേ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാഗ് വണ്ടിയിൽ വെച്ചിട്ട് കാസിൽ കണ്ടിട്ട് വരാം. അതെ. വിശ്വാസം അനുസരിച്ച് ഒരു ടെഡി ബിയറിന് വീടിൻ്റെ മുന്നിലിട്ട് കഴിഞ്ഞാൽ ബാഡ് ഇവർ അകന്നു പോകുമെന്നാണ് വിശ്വാസം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കോലം വെക്കില്ലേ, കോലമല്ല എന്താ ഫ്രണ്ടിൽ വെക്കുന്ന വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ കണ്ണു കിടാതിരിക്കാൻ വേണ്ടിക്ക് കുമ്പളഞ്ഞ വെക്കും.
അതുപോലെ പൂക്കളം വെക്കുന്നുണ്ടല്ലേ. നമ്മളിങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരുപാട് അടുത്ത് ഈ ബ്രിഡ്ജിന്റെ മേലിലും ഇതേണക്ക് തന്നെ മരിച്ചുപോയ ആൾക്കാരെ ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെ അതെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുടെയും നാടാണ്. ഇത് 4th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്ത ഒരു കാസലാണ്. റോമൻസ് ഇതിനെ നശിപ്പിച്ച് കഴിഞ്ഞിട്ട് 5th സെഞ്ച്വറിയിൽ വീണ്ടും ഇതിനെ റീകൺസ്ട്രക്ട് ചെയ്തു. അതാണ് ഇതിനെക്കുറിച്ചുള്ള മെയിൻ തിങ്. ബരാത്ത് സിറ്റിയെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോർട്രസ് ആയിട്ടാണ് കാണുന്നത്. ഒരുപാട് വർഷം പഴക്കമുണ്ട്. ലോകത്തിലെ തന്നെ ലിവിങ് കാസിൽസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാസിലാണിത്. ഇത് ലിവിങ് കാസിൽ എന്ന് ഉദ്ദേശിച്ച് നശിച്ചു പോകാത്ത കാസിൽ. ഒരുപാട് നടന്ന് കാണാനുണ്ട് ഈ കാസിൽ. ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക, എന്നാലും കാണാൻ ഒരു ഭംഗിയുണ്ട്. നമുക്കിവിടെ ഒരു ഹോളി ട്രിനിറ്റി ചർച്ച് കാണാം. ഇതിന്റെ മുകളിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അല്ലേ. റെസ്റ്റോറൻറ്റ് വിത്ത് ബാർ. ഇവിടുത്തെ ബാർ എന്ന് പറയുന്നത് മറ്റേ നമ്മൾ ഉദ്ദേശിക്കുന്ന നാട്ടിലെ ബാറല്ല. എല്ലാം ബാർ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം അങ്ങനെ വേണമെങ്കിൽ ബാറാന്ന് പറയാം അല്ലേ. ിലുള്ള റെഡ് മോസ്കിൻ്റെ റൂയിൻസ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ നമുക്ക് മേലോട്ട് നോക്കി അതിൻ്റെ മിനാരറ്റ് പോർഷനിലൊക്കെ ഡിസ്ട്രോയ് ചെയ്തിരിക്കുക. ഇവിടെ കണ്ട ഇത്രയും പൂക്കൾ ഉണ്ട്, പക്ഷെ അതിനകത്ത് ഒരു പൂവിൻ്റെ അട്രാക്ഷൻ കണ്ട. ക്ലാസിക് സാധനം കിടക്കുന്നുണ്ട. കൊള്ളാം അല്ലേ. പ്രോൺസ് വാങ്ങി കൊള്ളാം. കാസലിൻ്റെ ഹൈറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരുന്നത്. റിവറിൻ്റെ 2 സൈഡിലായിട്ടാണ് ഈ 2 കമ്മ്യൂണിറ്റി താമസിക്കുന്നത്. അതാണ് ഈ ബറാത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അവനവൻ്റെ റിലീജിയൻ വളർന്നു വരുമ്പോൾ അവൻ്റെ റിലീജിയൻ എന്താവണമെന്ന് അവന് തന്നെ തീരുമാനിക്കാം. ഫാമിലിയിൽ തന്നെ അവിടെ ക്രിസ്ത്യൻസ് ഉണ്ടാവാം, അവിടെ മുസ്ലിംസ് ഉണ്ടാവാം. ചിലർ രണ്ടും വേണ്ട, എനിക്ക് റിലീജിയനെ വേണ്ട എന്ന് പറഞ്ഞ് താമസിക്കുന്നവരും ഉണ്ടാവാം. അതിൽ അവർക്ക് അതിനകത്തൊരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. നമ്മളൊരു ചെറിയൊരു ഡ്രോൺ ഷോട്ടിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്, കിട്ടുമെന്ന് അറിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതെ, ബരാത്തിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇവിടെ വെച്ച് ബരാത്തിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ദിസ് ശരണ്യ അരുൺ സൈനിങ് ഓഫ് ഫ്രം ബരാത്ത്. അങ്ങനെ ബരാത്തിന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ട്രിപ്പ് ഏരിയ. നേരത്തെ നമ്മൾ എവിടെയാണ് വന്നത്? ഇതാണ് ഓൾഡ് സൂക്ക്. ആ ബ്രിഡ്ജിൽ കയറി താഴെ നടക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു മൂവ്മെന്റുകൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ല വ്യക്തമായിട്ട് കാണാം.